അപ്പോൾ A4 അൽത്താഫ് എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പ്രാവുംകൂട് പൊളിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ അതായത് ഇന്നലെയാണ് ഈ കൂട് പുതിയ കൂട് ഇവിടെ പണിതു. അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് ആ കൂട് പൊളിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ കൂടെല്ലാം പൊളിച്ചത് ഇട്ടേക്കാണ്. പ്രാവ് കോഴി എല്ലാം ചുമ്മാ നിലത്തോടെ നടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഈ കൂട് ഇതിപ്പോൾ ഒരു കൂട് പണിത് ഏകദേശം സെറ്റ് ആവാറായി. ഇനി കുറച്ച് പരിപാടിയുടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡോറ് വെക്കാനുണ്ട്, പിന്നെ ഇവിടെ നെറ്റ് അടിക്കാനുണ്ട്, പിന്നെ അകമൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ കോഴിനെ വിടാനാണ് പരിപാടി ചെയ്തത്. വേറെ ജില്ലുകൂടെ ഉണ്ട്, കോഴിക്കൂട് അവിടെ വയ്ക്കുക, പ്രാവിനെ ഒന്നല്ലേ ഇവിടെ ആക്കുക, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ നീട്ടിയിട്ട് ഇവിടെ പ്രാവിനെയും താറാവിനെയൊക്കെ വെക്കാനാണ് പരിപാടി. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ഇതാണ് നമ്മളെ കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ നമ്മുടെ കോഴി പ്രാവ് വേറെ ഉണ്ട് കേട്ടോ. ഇത് തെങ്ങിൻ്റെ മണ്ടയിലൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവരാരും പോകുന്നില്ല കേട്ടോ. പോയാലും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തന്നെ തിരിച്ചു വന്നോളും. എത്തിയിട്ട് അതേ പോണു പ്രാവ് വന്നു. ബാക്കി പ്രാവിനൊന്നും കാണാനുണ്ട്. ഇനിയും ഉണ്ട് പ്രാവുകൾ. എൻ്റെ ഒരു പ്രാവിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് പ്രാവിനെ കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ എവിടെയും കാണും. ഓക്കെ, ഇതേ ഉണ്ടോ ഇവിടെ നോക്കുമ്പോൾ ഒരു ഷെഡ് പോലെ കാണാം. അതാണ് നമ്മുടെ കൂട്. നമുക്ക് ഇതിൻ്റെ കൂടിൻ്റെ ബാക്കി പണി കാണാം. അതാണ് കൂട്. അത് പൊളിയാറായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് പുതിയ കൂട് ഇതേ ബാക്കിൽ കുറച്ചുകൂടെ മാറ്റി പണിയാമെന്ന് വിചാരിച്ചേ. നമ്മൾ കാലൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി പണിയിലേക്ക് കിടക്കാം. പണി തീർന്നില്ല. നമുക്ക് നാളെയാണ് ഇവിടെ താഴെ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പണി ബാക്കിയുള്ള പണി നാളെ തീർക്കാമെന്ന് വിചാരിച്ചാൽ ഇരിക്കണം. നമ്മളിതേ കൂടെല്ലാം രാവിലെ തന്നെ പൊളിച്ചിട്ടോ ആണല്ലേ. ഇതായിരുന്നു കൂടിരുന്ന ഭാഗം. താറാവിൻ്റെ കൂടെ ഇപ്പോൾ തൽക്കാലം പൊളിച്ചില്ല, ബാക്കിയെല്ലാം പൊളിച്ചു. രാവിലെ തന്നെ നമ്മളിതേ കോൺക്രീറ്റ് ചെയ്തു. തീറ്റ വെക്കാനുള്ളത് ഇത് നിങ്ങൾക്ക് തീറ്റ വെക്കാനുള്ളത്. ഇത് പ്രാവിൻ്റെ കൂട്, അത് കോഴിയുടെ കൂട്. അടിവശം പ്ലെയിനക്കും കഴുകത്തിനും വിടും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഏകദേശം പണി തീർന്നതേ. ഇവിടെ ശരിക്കും വലയുണ്ട് കേട്ടോ. അടുത്തേക്ക് വന്നാലാണ് കാണാൻ റിസ്ക് ഉണ്ടോ. വലയുണ്ട്. ഇവിടെ താറാവിന് വിടാനുള്ള പരിപാടിയാണ്. അതേ മണ്ടയിൽ അവിടെ കുറച്ച് ഒരു പെടതോടെ വേണമെങ്കിൽ കെട്ടിയിടാം. ഇട്ടിലും കുഴപ്പമില്ല, ഇവിടെ കയറി നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ താറാവിന് ഇവിടെ വിടാനാണ് പ്ലാൻ ചെയ്തേക്കണേ. ഇതാണ് ഏകദേശം ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക്. നമുക്ക് ഡോറ് ഇവിടെ കുറ്റിയിടാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഈ കൂട് ഇവിടെ നിന്ന് ഈ കൂട് ഇവിടെ തുറക്കാം. അതുകൊണ്ട് ഈ കൂട് അടയ്ക്കാം. അതിൻ്റെ അടിയിൽ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് കേട്ടോ. തീർന്നില്ല, കുറച്ച് പരിപാടിയുടെ മിച്ചമുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. കൂടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ. പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രാവ് അവിടെ മുട്ടയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് പ്രാവിനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇതാണ് കൂട് ലൈറ്റ് വന്നത്. അപ്പോൾ കോഴി ഓരോ കോഴികൾ വൈകുന്നേരമായിട്ട് കോഴി ഓരോന്നും കൂട്ടി കയറി തുടങ്ങി. ഇപ്പോൾ വാക്കുകൾ കോഴിനെ ഇങ്ങോട്ട് കയറണം. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഇവിടെയും വെളിച്ചം വേണം.
അപ്പം വയറ് അവിടെ നീട്ടി എടുത്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ ആയിരുന്നു ഒരു ലൈറ്റ് കിടന്നേ. അപ്പോൾ ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് അപ്പുറത്തെ കൂടിൻ്റെ അവിടം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രാവിനെയൊക്കെ നമുക്ക് ഈ കൂട്ടിൽ നിന്ന് ഇപ്പോൾ മാറ്റാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഒന്ന് ഈ മുകളിലൊരു പ്രാവ് അടയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞ് വിരിയാൻ ചാൻസ് കുറവാണ്. മാത്രമല്ല പ്രാവ് പിന്നെ അടയിരിക്കാനും ചാൻസ് കുറവ്. അപ്പോൾ അതിനെ മുൻനിർത്തി നമ്മളിപ്പോൾ തൽക്കാലം പ്രാവിനെ ഒന്നും മാറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമുക്കിനി പേഷ്യൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ രാത്രിയിലത്തെ അവസ്ഥ കേട്ടോ. അപ്പം അത്യാവശ്യം വെളിച്ചം ഇവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.